നാഗസാക്കി ദിനം ചരിത്രത്തിൻ്റെ ഏടുകളിൽ കറുത്ത ദിനമായി ആഗസ്റ്റ് 9 രേഖപ്പെടുത്തിയ നാഗസാക്കി ദിനം 1945 ആഗസ്റ്റ് 9 ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക രണ്ടാമത്തെ അണുബോംബാക്രമണം നടത്തിയത്. ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബാക്രമണം നടത്തി. അതിൻ്റെ നടുക്കം മാറും മുമ്പായിരുന്നു നാഗസാക്കിയിലും ആക്രമണം നടത്തിയത്. 4630 കിലോ ടൺ ഭാരവും ഉഗ്ര സ്ഫോടനശേഷിയുമുള്ള ഫാറ്റ്മാൻ എന്ന ഒമ്മനപ്പേരിൽ അറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയെ അഗ്നിക്ക് ഇരയാക്കിയത്. ഏകദേശം 80,000-ഓളം മനുഷ്യജീവനുകളാണ് നാഗസാക്കിയിലെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധം രൂക്ഷമായപ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ജപ്പാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ജപ്പാന്റെ കീഴടങ്ങൽ ത്വരിതപ്പെടുത്താനും നീണ്ടു നിൽക്കുന്ന ചെലവേറിയ അധിനിവേശം ഒഴിവാക്കാനുമുള്ള ആഗ്രഹമാണ് അണുബോംബുകൾ ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. മറ്റൊരു ജപ്പാനീസ് നഗരമായ ഹിരോഷിമ 1945 ആഗസ്റ്റ് 6 ഒരു അണുബോംബിൻ്റെ ആദ്യ ലക്ഷ്യമായി മാറി. ബോംബ് മൂലമുണ്ടായ നാശം ആഗോള ഞെട്ടലും ഭീതിയും ഉണ്ടാക്കി. ജപ്പാന്റെ കീഴടങ്ങലിനുള്ള ആഹ്വാനത്തിലേക്ക് ഇത് നയിച്ചു. ആണവായുധങ്ങൾ എത്രത്തോളം നാശനഷ്ടങ്ങൾ വരുത്തുന്നുവെന്നും അത് എത്രത്തോളം ഭയാനകമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആണവായുധങ്ങളുടെ ഉപയോഗം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും ലോകസമാധാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആണവായുധങ്ങൾ മനുഷ്യരാശിക്കും പ്രകൃതിക്കും വരുത്തുന്ന ആഘാതങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ നാഗസാക്കിയിലെ അണുബോംബാക്രമണം ലോകത്തിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തിനായി പ്രാർത്ഥിക്കാനും സമാധാനപരമായ സഹവർത്തിത്വം വളർത്താനും ഈ ദിനം പ്രചോദനകരമാകുന്നു. ഓരോ വർഷവും ആഗസ്റ്റ് 9 നാഗസാക്കിയിലെ ദുരന്തത്തിൽ ഇരകളായവരെ അനുസ്മരിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമാണ് നാഗസാക്കി ദിനം.